കളി. ഒന്ന് പതുക്കെ പതുക്കെ തിന്നടാ കുട്ടാ. ഞാൻ നിനക്ക് ഇങ്ങനെ ചാട്ടുകൾ പലതും തന്നു മടുത്തു. എനിക്ക് മതിയായി. ബോസ്, നിങ്ങൾ എന്നെ കൊണ്ടു കുടിച്ചു കളഞ്ഞല്ലോ. എടാ ചിണ്ടു, നീ ഇവിടെ ഇരുന്ന് ചാട്ട് കഴിക്കാണോ? വേഗം വാ, വീറിന് അപകടമാണ്. വീർ ശക്തിശാലിയാണ്. അവൻ ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല. അല്ലേ ചിണ്ടു? ഞാൻ പറഞ്ഞത് വളരെ ശരിയല്ലേ? ഇന്നക്കുട്ട ഈ ചാട്ട് മൊത്തം നീ കഴിക്കുക. നീ പറഞ്ഞ ശരിയാ. വീർ ദ റോബോ ബോയ്ക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. എന്റെ കൂട്ടുകാരനെ വെച്ച് നീ കളിപ്പിക്കുകയാണല്ലേ? ഇപ്പൊ തന്നെ ഞാൻ നിനക്കൊരു പാഠം പഠിപ്പിച്ചു തരാം. അല്ല, ഞാനിവിടെ എന്തെടുക്ക? ചേടാ, വീണ്ടും തുടങ്ങിയോ? ഹേയ്, അവൻ ഇവിടെയുണ്ട്. ഇവിടെ അപ്പൂപ്പ കലക്കി കളഞ്ഞു. പ്രശ്നം തീർന്നു. ഇല്ല, ഇല്ല. ഞാൻ റോബോ ബോയ് ആയി കഴിഞ്ഞു. എമിലി, നീ പറഞ്ഞത് ശരിയാണ്. ഞാനിപ്പോൾ പറന്നുകൊണ്ടിരിക്കുവാണ്. നിന്റെ അവസാനം ഇവിടുന്ന് തുടങ്ങുകയാണ് റോബോ ബോയ്. ഞാൻ തിന്മയുടെ കൂട്ടുകാരനും നന്മയുടെ എതിരാളിയുമാണ്. സോറി, ഒന്നുകൂടി പറയാം. ഞാൻ നന്മയുടെ കൂട്ടുകാരനും തിന്മയുടെ എതിരാളിയുമാണ്. ഞാൻ റോബോ ബോയ് ആണ്. എന്റെ കഥയല്ല, നിന്റെ കഥയാണ് അവസാനിക്കാൻ പോകുന്നത്. ഇന്നാ പിടിച്ചോ. വീണ്ടും നീ എന്നെ അറ്റാക്ക് ചെയ്തല്ലേ റോബോ ബോയ്? നിന്റെ ടാർഗറ്റ് എല്ലാം മിസ്സായി പോയത് കണ്ടില്ലേ? നിനക്കെന്താ കാഴ്ചക്ക് വല്ല കുറവുമുണ്ടോ റോബോ ബോയ്? ഇനി എന്റെ ഊഴമാ. വീർ, എന്താ സംഭവിച്ചെന്നറിയോ? ഓ, അപ്പൊ നീ തിരിച്ചെത്തിയല്ലേ? അവസാനമായിട്ട് നിനക്കൊരു അവസരം ഞാൻ തരുന്നു. ധൈര്യമുണ്ടല്ലോ, അറ്റാക്ക് ചെയ്യ. ഇപ്രാവശ്യം നീ എന്റെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. ഓക്കേ, എന്നാ ശരി. ഇത് നീ പിടിച്ചോ. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? ഇത് ചീറ്റിംഗ് ആണ്. ആദ്യം ടാർഗറ്റ് മിസ്സായതല്ലേ? ഇപ്പൊ ശരിക്കും ടാർഗറ്റ് ചെയ്ത് തന്നെ അടിച്ചു തെറിപ്പിച്ചല്ലോ. ബോസ്, ഈ റോബോ ബോയ് ശരിക്കും ചീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞത് ഈ ടിംബക്ടു എങ്ങോട്ടാ ഓടിപ്പോയത്? വീണ്ടും ആ റോബോട്ടിന് മുമ്പിൽ ചെന്ന് പെടരുത്. റോബോ ബോയ് ആകുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. നീ റോബോയെ കണ്ടോ?
ആ റോബോബോയ് എന്നെ കണ്ട് പേടിച്ച് ഓടുകയാണല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഓടേണ്ട കാര്യം? ആ റോബോ എന്നെ കണ്ട് പേടിച്ച് ഓടുകയാണല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഓടുന്നേ? ഇപ്പോൾ ഇതാ ഞാൻ തുടങ്ങുകയാണ്. അമ്മേ! ഒന്ന് നിർത്ത്. കാട് വെട്ടി നശിപ്പിക്കരുത്. ഈ മരങ്ങളിലും ജീവനുണ്ട്. സാർ, എനിക്ക് ടോട്ടൽ സ്ക്രിപ്റ്റും നല്ലോണം ഓർമ്മയുണ്ട്. ശരി ശരി, ഓക്കെ. വീർ, നീ നിന്റെ റോള് മാത്രം ചെയ്യേ. ഇങ്ങോട്ട് നോക്കുമട്ടി, നീ ഇതുപോലെ പറ. കൂടുതൽ മനുഷ്യ, നീ ധിക്കാരം കാണിക്കരുത്. ചേടാ, അങ്ങനെയല്ല, ഞാനും ഇപ്പൊ തെറ്റായിട്ടാ വായിക്കുന്നത്. മനുഷ്യ, വിട്ടേക്ക്, നിന്നെ അപമാനിക്കരുത്. ഇവൻ അപമാനമല്ല, അപമാനമല്ല വണ്ടി, അഭിമാനം, അഭിമാനം എന്ന് പറയേ. നിന്റെ ഡയലോഗ് ഒന്ന് പറഞ്ഞേ. എടാ കള്ള, നീ ഇങ്ങോട്ട് വരരുത്. കാട് വെട്ടി നശിപ്പിക്കാൻ നോക്കണ്ട. അടിച്ച് നിന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളയും, പറഞ്ഞേക്കാം. ആരാ അത്? Shut up. നാളെ വരുമ്പോ സ്ക്രിപ്റ്റ് മുഴുവൻ മനപ്പാടമാക്കിട്ട് വാ, അല്ലെങ്കിൽ നാളെ നിന്നെ കണ്ട എല്ലാവരും പൊട്ടിച്ചിരിക്കും. ഇല്ലില്ല, നമുക്ക് അങ്ങനെ റിസ്ക് എടുക്കാനൊന്നും പറ്റില്ല. വീറിന് എല്ലാ ഡയലോഗും നന്നായിട്ട് പറയാനറിയാം. അവൻ ഈ ഡ്രാമയിലെ ഹീറോ ആവട്ടെ. പിന്നെ ബണ്ടി, അവൻ ആ മരത്തിന്റെ റോൾ ചെയ്യട്ടെ. താങ്ക് യു സാർ. കുട്ടികളെ, എല്ലാവരും പെട്ടെന്ന് റെഡിയാകൂ. അടുത്ത നമ്പർ നമ്മുടേതാണ്. നിങ്ങൾ രണ്ടാളും എവിടെയെങ്കിലും ചെന്ന് പതുങ്ങിയിരിക്കുക. ഞാൻ പറയുന്നത് വരെ നിങ്ങൾ ആരും പുറത്തു വരരുത്. അതായത് മിസ്റ്റർ കട്ട്കട്ട് എന്നെ ഹീറോ ആക്കുന്നത് വരെ നിങ്ങൾ ആരും പുറത്തു വരരുത്. ഈ നാടകം എങ്ങനെ നടക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വീർ, ഞാൻ വേഗം ചെന്ന് ചാട്ട് കഴിച്ചിട്ട് വന്നേക്കാം. ഒരുപാട് സമയമായി, ഭയങ്കര വിശപ്പാ. ഇവിടുന്ന് അനങ്ങി പോരുത്, പറഞ്ഞേക്കാം. അടുത്ത നമ്പർ നമ്മളുടേതാണ്. അതെനിക്ക് നല്ലോണം അറിയാം വീർ, പക്ഷെ എനിക്ക് വിശപ്പ് അടക്കാൻ പറ്റുന്നില്ല. ഒരു 5 മിനിറ്റ് സമയം താ. ഒരു മിനിറ്റ് പോലും നിനക്ക് തരാൻ പറ്റില്ല. കട്ട്കട്ട് സാർ, ഞാൻ നല്ലപോലെ ഡയലോഗ് പറയും സാർ. എന്നെ ഹീറോ ആക്കാൻ പാടില്ലേ? വണ്ടി ഹീറോ ആയിട്ട് അഭിനയിക്കും, എങ്കിലേ മറ്റുള്ളവരെല്ലാം നല്ലപോലെ ആക്ട് ചെയ്യുള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് സാർ? ഇപ്പൊ നാടകം നിർത്തിയേ പറ്റൂ. സിംഹം ഇനിയും വന്നിട്ടില്ലല്ലോ. സിംഹം ഇല്ലാതെ ഈ നാടകം തുടങ്ങാൻ പറ്റില്ല. സിംഹമോ? സിംഹത്തിന്റെ സീൻ പിന്നെയല്ലേ വരുന്നത്. വേണമെങ്കിൽ നമുക്ക് സിംഹത്തെ റെഡിയാക്കാം. അല്ലേ ചിണ്ടു? അവൻ വരുമല്ലോ അല്ലേ? ആ അതെ അതെ, തീർച്ചയായിട്ടും വരും സാർ. അവൻ റോൾ ഓക്കെ ചെയ്തിട്ടാ പോയത് സാർ. അവന്റെ സീൻ തുടങ്ങുന്ന സമയത്ത് അവൻ ഇവിടെ തീർച്ചയായിട്ടും എത്തും, വിഷമിക്കേണ്ട. ഓക്കെ ഓക്കെ, അവനെ വിളിക്കേണ്ടത് നിന്റെ കടമയാണ്. ഞാൻ കട്ടൺ ഓപ്പൺ ചെയ്യാൻ പോവുക. ഓൾ ദ ബെസ്റ്റ്. വീർ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. ഞാൻ ചാട്ട് കഴിച്ചിട്ട് വരട്ടെ, പ്ലീസ്. മുമ്പിൽ നിന്റെ പിഗ്ഗി ബാങ്ക് ചുണ്ടലിയെ പോലെയാണ്. എടാ ബണ്ടി, നീ വീറിനെ എലിയെന്ന് പറഞ്ഞല്ലേ? മര്യാദക്ക് സോറി പറ, ഇപ്പൊ തന്നെ പറയണം. ഇല്ല, ഞാൻ പറയില്ല. നീ എന്നെ എന്ത് ചെയ്യൂടാ? അവനും എലിയാണ്, അവന്റെ പിഗ്ഗി ബാങ്കും എലി പോലെ തന്നെയാണ്. നിനക്ക് ഞാൻ ശരിക്കും വെച്ചിട്ടുണ്ട്. അകിടം ഫകിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. എന്താ ഇവിടെ സംഭവിച്ചത്? ബണ്ടി, നീ പിഗ്ഗി ബാങ്കിനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണം. എന്റെ അമ്മച്ചി, പിഗ്ഗി ബാങ്കിന് എങ്ങനെ ജീവൻ വന്നത്? ഇത് സംസാരിക്കുന്നുണ്ടല്ലോ. പോലെ മോശമായൊരു ചെക്കന്റെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ബൈ ബൈ. ഇല്ല ഇല്ല ഇല്ല, നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? നിക്ക് നിക്ക് നിക്ക്, പോവല്ലേ, അവിടെ നിക്ക്. നിനക്കുള്ളിൽ എന്റെ അച്ഛൻ തന്ന ഒരുപാട് ഒരുപാട് കോയിൻസ് ഉണ്ട്. നിൽക്ക്. ചിണ്ടു, നിന്റെ മാജിക് ഒന്ന് നിർത്ത്. ഞാൻ എപ്പോഴും നിന്നോട് പറയാറില്ലേ, എന്തായാലും നീ അത് കേൾക്കുന്നില്ല. ഞാൻ അവന്റെ പിഗ്ഗി ബാങ്കിനെ നോർമൽ ആക്കി മാറ്റില്ല. അവൻ വീണ്ടും വീണ്ടും നിന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. എനിക്കത് കാണുമ്പോ ദേഷ്യം വരുന്നു. ബൈ ബൈ, ഞാൻ പോവാ. ഒന്ന് നിൽക്ക്, എന്റെ പിഗ്ഗി ബാങ്ക്, ഒന്ന് നിൽക്ക്. ചേട്ടാ, ആദ്യം അവനെ തടഞ്ഞു നിർത്തണം. മതിയാക്ക് നിന്റെ കളി. നിൽക്ക്, അല്ലെങ്കിൽ അറിയാലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഇവനെ എടുത്ത്
ചവിട്ടി പമ്പ കടത്തും. അവൻ എന്റെ വീറിനെയാണ് തല്ലിയിരിക്കുന്നത്. ഇന്ന് ഞാൻ എന്റെ ഡോങ്കി പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. ഷെടാ, എന്റെ നെക്ലസ്, എന്റെ ബാംഗിൾസ്. അയ്യോ, എന്താ ഇതൊക്കെ? രക്ഷിക്കണേ, പോലീസ്, ആരെങ്കിലും എന്റെ jewels ഒന്ന് വാങ്ങിത്തരൂ. അയ്യോ, 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 ഓടിക്കോ. ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? നിനക്കെന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല.